ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഷാരോണിൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ആണ്. അപ്പോൾ മീറ്റിങ്ങിന് പോവുകയാണ് കേട്ടോ. നമ്മൾ കുഞ്ഞിനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിതാ പോകാൻ വേണ്ടി പുറത്തിറങ്ങി. അപ്പോൾ ബസ് കയറിനിടയ്ക്ക് കുറച്ച് ദൂരം നടക്കണം. അപ്പോൾ ഇതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയായതുകൊണ്ട് നല്ല വെയിലാണ്. ഉച്ചയ്ക്കൊരു 2 മണിക്കായിരുന്നു മീറ്റിംഗ്. നമ്മൾ കുറച്ച് ലേറ്റായി. നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തിയിട്ട് അപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുഞ്ഞതാ മിഠായും പിടിച്ച് നിൽക്കുകയാണ്. ആ ബസ് വന്നോ, നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൽ കയറണമെന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുഞ്ഞ് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. നമ്മുടെ ക്യാമറയ്ക്ക് അവൾ നോക്കുന്നേ ഇല്ല. അവൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഈ ഭാഗത്തേക്ക് നോക്കാതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ബസ് ഇറങ്ങി. ഇനി കുറച്ച് ദൂരം സ്കൂളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഇതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ കുഞ്ഞിൻ്റെ ഒരു പ്രത്യേക ഹോബിയാണ് ഈ വിരൽ ഓടിയിട്ടാണ്. അപ്പോൾ വിരൽ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ സ്കൂളെത്തി. UP സ്കൂളാണ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ നമ്മളിതാ സ്കൂളിലേക്ക് കയറുമ്പോഴേക്കും ആനുവൽ ഡേ ആവാനായി. അപ്പോൾ ഇതാ കുട്ടികളെല്ലാവരും ദഫ്മുട്ടിനുള്ളത് കളിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കയറി പോവുകയാണ്. 3ാം ക്ലാസ്സിലാണ് ഷാരോൺ പഠിക്കുന്നത്. നേരത്തെ പോയിട്ട് ഏതാ ക്ലാസ് എന്നൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഷാരോണിൻ്റെ ക്ലാസ് എത്താനായി. ഈ ഫസ്റ്റ് ക്ലാസ്സാണെന്ന് ഞാൻ വിചാരിച്ചു. എല്ലാട്ടാ ഗൈസ്, ഇതാ ഷാരോൺ കയറി ചെല്ലുമ്പോൾ തന്നെ അവൻ്റെ പല്ലും കാണിച്ചവനിരിപ്പുണ്ട്. നമ്മളിതാ കയറി ക്ലാസ്സിക്ക് കയറി. അപ്പോൾ അവന് വിശേഷം പറയാൻ ഒന്നിനെയും കൊണ്ടാണോ വന്നിരിക്കുന്നത് ഒക്കെ ചോദിക്കുകയായിരുന്നു. കുഞ്ഞ് വേഗം സ്ഥാനം പിടിച്ചു. അപ്പോഴേക്കും എന്താ പേപ്പറെ കിട്ടി. ഇംഗ്ലീഷിലൊരു സ്മൈലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ബാക്കിയുള്ളതിലൊക്കെ മാർക്ക് കുറവാണ്. ആൾ ഹോസ്പിറ്റലിലായിരുന്നതുകൊണ്ട് മാർക്ക് എല്ലാത്തിനും പൊതുവേ കുറവാണ്. ഞാനിപ്പോൾ ഇത് മാത്രം ഒന്ന് വീഡിയോ എടുത്തു. കുഞ്ഞും ചേട്ടായും കൂടി കളി തുടങ്ങി. ചേട്ടായിനെ കണ്ടതും കുഞ്ഞ് വേഗം കയറിയിരുന്ന് കളിയായി. അപ്പോൾ ബാക്കി കുട്ടികളെല്ലാവരും കൂടി വന്നിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കളിയാണ്. അപ്പോൾ അവർ നിൻ്റെ ഉണ്ണിയാണോ എന്താണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും കൂടി. ഞാനിപ്പോൾ ക്ലാസ്സിന് വെളിയിൽ ഇറങ്ങിയിട്ട് മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ ഇതാണ് സ്കൂള്. ഇത് വരാന്ത. ഫ്രണ്ടിലൊക്കെ നിറച്ചും പൂക്കളും ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഷാരോൺ ഓടിക്കളിക്കുകയാണ്. പിള്ളേരെല്ലാവരും മീറ്റിംഗ് ആയപ്പോൾ പാരൻസൊക്കെ വന്നപ്പോൾ പിള്ളേർ പുറത്തിറങ്ങി ഭയങ്കര കളിയിലാണ്. നമ്മളപ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് നിൽക്കുക. നമ്മളപ്പോൾ ഇതാ ഇറങ്ങിയത് നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഓട്ടോയിൽ കയറി ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. നമ്മൾ ആ ഹോസ്പിറ്റലിൽ എത്തി. ഇതാണ് ഹോസ്പിറ്റൽ. പിന്നെ നമ്മളിപ്പോൾ അവിടെ പോയി ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തിട്ട് എത്രയായി എന്നുള്ളതൊന്നും അറിയില്ല. നല്ല വെയിലാണ്. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലാണ്. ടോക്കൺ 27 ആയിട്ടുള്ളൂ. നമുക്ക് കിട്ടിയിരിക്കുന്നത് ടോക്കൺ 62. നമ്മളിപ്പോൾ വെയിറ്റിങ്. അപ്പോൾ ഇനിയും ടോക്കൺ നമ്പർ ഇനിയും ടൈമുള്ളത് കാരണം കുഞ്ഞിവിടെയൊക്കെ ഇറങ്ങി കളിക്കുകയാണ്. കുഞ്ഞു അങ്ങോട്ട് ഓടുന്നുണ്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വിശക്കുന്നു. ബിസ്ക്കറ്റ് എന്തെങ്കിലും മേടിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞതും അവൾ ഓടി ഇറങ്ങിയതാണ്.
ഇപ്പം നമ്മൾ തൊട്ടടുത്ത് അവിടെ കടയുണ്ട്, അപ്പോൾ അതിൽ പോകണം. ഇതാ നമ്മൾ ബിസ്ക്കറ്റ് മേടിച്ചു, തിരിച്ച് റിട്ടേൺ കയറി. ഇതാ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ മേടിച്ചു കൊടുത്തു. പിന്നെ ഇതാ ബിസ്ക്കറ്റ്, അത് കഴിക്കാൻ വേണ്ടി അതിനൊക്കെ ഒറ്റയ്ക്ക് തന്നെ ആളിരുന്ന് പൊട്ടിച്ചു. അപ്പം അതിരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ കവർ എനിക്ക് വേസ്റ്റിൽ കൊണ്ടിടണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ കുഞ്ഞിൻ്റെ അമ്മമ്മയുണ്ട് കൂടെ. അമ്മമ്മ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇതാ ഡ്രസ്സ് അഴിഞ്ഞു, എനിക്കത് ഇട്ടതായോ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിതാ കവർ കൊണ്ട് കളയാൻ പോവുകയാണ്. അപ്പോൾ അത് വേസ്റ്റിൽ കൊണ്ടിടാൻ ഞാൻ തന്നെ പോകും, അമ്മ ഇടണ്ട ഞാനാ കൊണ്ടിടണേന്ന് വെച്ചിട്ട് വാശി പിടിച്ചിട്ട് ഇനി പോകാൻ നിൽക്കാം കേട്ടോ. ഇതാ ഓട്ടമാണ്, കൊണ്ടിടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. ഓടലേന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കുന്നില്ല, ആളൊരേ ഓട്ടത്തിലാണ്. നമ്മളവിടെ എത്തുമ്പോഴേക്കും ആൾ വേസ്റ്റിലിട്ട് തിരിച്ചെത്തി. തിരിച്ചിതാ കയറി വരികയാണ്. ഇനിയിപ്പോൾ അവിടെ പോയി ഇരുന്നു. ആളിനി ബിസ്ക്കറ്റ് തിന്നണ തിരക്ക്. ഡാർക്ക് ഫാൻറ്റസി ആയിരുന്നു മേടിച്ചത്, അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ മരുന്ന് മേടിക്കാൻ പോവാണ്. കുഞ്ഞു അതാ ഫസ്റ്റ് ഓടി, ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അമ്മയുണ്ട് ഞാനും ഉണ്ട്, രണ്ടുപേരും കൂടിയിട്ട് മരുന്ന് മേടിക്കാൻ വേണ്ടി പോകണം. അമ്മയ്ക്കും കൈവേദന എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ ഇതാ കുഞ്ഞു പോയി നിൽക്കുന്നു, അവിടെ പോയി സ്ഥാനം ഉറപ്പിച്ചു. ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെയാണ്, പോകുന്നത് വരെ ആളവിടെ ഓട്ടമാണ്. ആ ഹോസ്പിറ്റൽ മുഴുവൻ ഓടിക്കളിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ തന്നെ കുറച്ച് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു അവിടെ പോയിട്ട് കളിക്കുകയാണ്, അതിലൂടെയൊക്കെ നടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നടക്കല്ലേ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ കേൾക്കാതെ അവിടെയൊക്കെ ഫുൾ ഓട്ടോ ആയിരുന്നു ആൾ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കുഴി പോലെയുണ്ട്, കുഞ്ഞതാണ്. അപ്പോൾ അതിനുള്ളിൽ ഇറങ്ങി അതിൽ കൂടെ എല്ലാം ഓടിച്ചാടി നടക്കലായിരുന്നു വരുന്നത് വരെ. ആൾക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു വേദനയും ഇല്ല, ഒരു ജലദോഷവും ഇല്ല, ഒന്നുമില്ല. ആൾക്കെല്ലാം മാറി. ആളൊരേ ഓട്ടവും ചാട്ടവും കളിയും തന്നെയായിരുന്നു. അപ്പോൾ അതാ ചീത്ത പറഞ്ഞപ്പോൾ മരുന്നും കയ്യിൽ പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ബസ് നോക്കി ഇങ്ങനെ നിന്നു. അതാ ബസ് വന്നു കേട്ടോ ഗായ്. അപ്പോൾ നമ്മളിതാ ബസ്സിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ കുഞ്ഞു വേഗം ഫസ്റ്റ് ഓടി ആൾ ഫ്രണ്ടിൽ പോവുകയാണ്. അപ്പോൾ ഇവിടെ അടുത്താണ് ഷാരോൻ്റെ ടീച്ചറിൻ്റെ വീട്. അപ്പോൾ ടീച്ചറെ കണ്ടു. അപ്പോൾ ടീച്ചർ അവിടെ നിന്ന് ഒരു പേരയ്ക്ക കൊടുത്തു. അപ്പോൾ ആ പേരയ്ക്കയും കടിച്ച് നടക്കുകയാണ് ആൾ. അപ്പോൾ ആൾക്ക് നടന്ന് ക്ഷീണിച്ചു, ആളിനി ഇത്തിരി ഇരിക്കുക കേട്ടോ. ആളിരിപ്പായി. അപ്പോൾ ഇതാട്ടെ ഗൈസ്, നമ്മൾ വീടെത്താനായി. കനാലിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കനാലിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, തിരിച്ച് വരുമ്പോഴത്തേക്കും വെള്ളം വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീടെത്താനായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.